കാലവർഷത്തിൽ ഏലവും വാഴയും മാത്രമല്ല ജാതി കർഷകർക്കും ഉണ്ടായത് കനത്ത നാശം. വിളവെടുക്കാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ ജാതിക്കായ്കളും പൂവുകളും വീണ് നശിച്ചു. ഉണ്ടായിരുന്ന വിളവ് നശിച്ചതിനൊപ്പം അടുത്ത വിളവിനും കാറ്റ് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത്. കത്തിനിന്ന വേനൽക്കാലത്ത് നനയെത്തിച്ചും വലിയ മുതൽ മുടക്കിൽ പരിപാലിച്ചും നിലനിർത്തിയ ജാതികളിൽ ഇത്തവണ മികച്ച വിളവുണ്ടായിരുന്നു. ഒപ്പം ജാതിക്ക് മോശമല്ലാത്ത വില ലഭിച്ചിരുന്നതും കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകി. എന്നാൽ കലിതുള്ളി എത്തിയ കാലവർഷം ജാതി കർഷകരുടെ പ്രതീക്ഷയും കവർന്നെടുത്തു. ശക്തമായ കാറ്റിൽ മൂപ്പെത്താത്ത ജാതിക്കായ്കൾ പൂർണ്ണമായും നിലം പതിച്ചു. വിളവെടുപ്പിന് 2 മാസം മാത്രമാണ് അവശേഷിച്ചിരുന്നത്. 10,000ങ്ങളുടെ നഷ്ടമാണ് ജാതി കർഷകർക്ക് ഉണ്ടായത്. പൂവിരിഞ്ഞുണ്ടായ പിഞ്ചുകായും പൂവുകളും കാറ്റെടുത്തു. ഇതോടെ വരും കാല വിളവിനെയും ഇത് പ്രതികൂലമായി ബാധിക്കും. അടിയന്തര സർക്കാർ സഹായങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത്. 2 മാസം കഴിയുമ്പോൾ വിളവെടുക്കാറായ ജാതിക്കായ ആ 2 മാസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ജാതിക്ക മുഴുവൻ പൂത്ത് പൊട്ടി പിന്നെ നമുക്കത് ഉണങ്ങി വിപണിയിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും. കായും പൂവും കൂടെ ഏറ്റവും കുറഞ്ഞത് ഒരു 50,000 രൂപയുടെ നഷ്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കൃഷിഭവനിൽ നിന്ന് യാതൊരു സഹായവും നൽകുന്നില്ല. അവർ പറയുന്നത് ജാതി ഇൻഷുർ ചെയ്യണമെന്നാണ്. അത് കൃഷിക്കാരനെ സംബന്ധിച്ച് കൃഷിഭവനിൽ ചെന്ന് റിപ്പോർട്ട് കൃഷി ഓഫീസിൽ നമ്മൾ ചെന്ന് പരാതി കഴിയുമ്പോൾ അവർ നിസ്സാരമായി കൈമലത്തുക. കൃഷിക്കാരനുണ്ടായ നഷ്ടത്തിന് അർഹമായ പരിഗണന, അർഹമായ നഷ്ടപരിഹാരം തരാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ജാതി കൃഷിക്ക് സ്പൈസസ് ബോർഡിൽ നിന്നും മറ്റൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. ജാതിക്കായ ഉണക്കുന്നതിന് ഡ്രയറിന് സബ്സിഡി നൽകിയെങ്കിലും ഉണങ്ങാൻ കായില്ലാത്ത അവസ്ഥയാണ്. വിഷയത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ജാതി കർഷകരെ നിലനിർത്തുന്നതിന് ധനസഹായം വിതരണം നടത്തണമെന്നതാണ് കർഷകരുടെ ആവശ്യം. സിറ്റി വിഷൻ, രാജാക്കാട്.